ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു 3 ലെയർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. റിപ്പബ്ലിക് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് 3 ലെയർ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിംഗ് ആണ് ഇത്. തിരങ്ക പുഡിംഗ്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. 3 ലെയർ പുഡിങ്ങിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, പാലുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, വിപ്പിംഗ് ക്രീം ഉണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ക്രഷാണ്, കിവിയുടെ ക്രഷ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ചൈന ഗ്രാസ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്, അതിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം. ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആകുന്നുണ്ട്. ഇതിനി മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ പാല് നന്നായി തിളപ്പിച്ചിട്ട് എടുക്കാം. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, 3 ലെയർ പുഡിംഗ്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ടെടുക്കാം. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൈന ഗ്രാസ് ഉരുക്കിയത് ഒഴിക്കാം. പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, ചൈന ഗ്രാസ് എല്ലാം ഒന്നിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീമാണ്, വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, കൂടുതൽ തിളക്കമൊന്നും വേണ്ട. ഈ ഒരു കൂട്ടിന് 3 ലെയർ പുഡിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിന് 3 ഭാഗമാക്കിയിട്ട് മാറ്റാം. ഈ മിക്സ് 3 ഭാഗമായി മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്തിലേക്ക് കിവിയുടെ ക്രഷ് ചേർക്കാം. പച്ചക്കളർ ചേർത്ത മിക്സാണിത്. ഇതിനി ട്രേയിലേക്ക് ഒഴിക്കാം. ഇതിനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. കുറച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷം അടുത്ത ലെയർ ഒഴിക്കാം. പച്ച ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സ്ലോലി ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ലെയർ അതിൻ്റെ അകത്ത് ഓറഞ്ചിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ചിന് കളർ കുറച്ച് കുറവാപ്പോൾ ഇതുപോലത്തെ എസൻസ് 2 ഡ്രോപ്പ് ഉറ്റിക്കാം. 2 ഡ്രോപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്ത ഓറഞ്ച് മെല്ലെ സെറ്റ് ചെയ്യാം. ഇനി കുറച്ച് ഡെക്കറേഷൻ, ഇതുപോലെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. 3 ലെയർ പുഡിംഗ് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഇതിന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അധികം സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ടൊന്ന് ഇത് സെറ്റായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിംഗ് ആണ് ഇത്.
ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ പാലും ചൈനാഗ്രാസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട്. ഇതിന് സെർവ് ചെയ്യാം. ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ സൈഡെല്ലാം കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. ഇതിന് സെറ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. മുറിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാമല്ലോ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ പുഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.